എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത്. റിസപ്ഷനിസ്റ്റ്, വെയിറ്റർ, അസിസ്റ്റന്റ് കുക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക. റിസപ്ഷനിസ്റ്റ് തസ്തികയിൽ 16 വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 22,200 രൂപയാണ് ഇതിൻ്റെ ശമ്പളമായി ലഭിക്കുന്നത്. വെയിറ്റർ തസ്തികയിൽ 27 ഒഴിവുകളും അസിസ്റ്റന്റ് കുക്ക് തസ്തികയിൽ 12 ഒഴിവുകളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 22,200 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. പ്രായം 1/1/2026 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കപ്പെടുന്നത്. SC, ST, OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതുമാണ്. റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള ഹോട്ടൽ റിസപ്ഷൻ അല്ലെങ്കിൽ ബുക്ക് കീപ്പിങ്ങിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സും പാസ്സായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവയിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഫോറിൻ ലാംഗ്വേജസ് അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്. വെയിറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നും റെസ്റ്റോറൻറ്റ് ആൻഡ് കൗണ്ടർ സർവീസിലുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഫോറിൻ ലാംഗ്വേജസ് അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്. അസിസ്റ്റന്റ് കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ഓർ കുക്കറിയിലുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത്. കരാർ കാലാവധി 1 വർഷമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും റിട്ടൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 200 രൂപയാണ് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഉദ്യോഗാർത്ഥികൾ DDI ആണ് ഫീസ് അടയ്ക്കേണ്ടത്. DD അടയ്ക്കേണ്ട മേൽവിലാസം മാനേജിംഗ് ഡയറക്ടർ KTDC ലിമിറ്റഡ്, പേയബിൾ അറ്റ് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്. SC, ST, PWBD കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ktdc.com നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്നവയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ഡിമാൻഡ് ഡ്രാഫ്റ്റും എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 7/1/2026 വൈകുന്നേരം 5 മണിയാണ്. പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ദ മാനേജിംഗ് ഡയറക്ടർ, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, മസ്കറ്റ് സ്ക്വയർ, PB നമ്പർ 5424, തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ്. മതിയായ രേഖകളില്ലാത്ത അപേക്ഷകളും ക്ലോസിംഗ് ഡേറ്റിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും റിജക്റ്റ് ആകുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. PSC പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരുക്കിയിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത യോഗ്യതയുള്ള കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.